പ്ലാസ്റ്റിക് മാലിന്യത്തിന്റെ ദോഷത്തെക്കുറിച്ച് ഏതാണ്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു സമയവും. അതായത് മിക്കവർക്കും ഈ പ്ലാസ്റ്റിക്കിന്റെ പ്രശ്നങ്ങൾ നമുക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ഈ ഒരു അല്പജ്ഞാനം, അതായത് അല്പജ്ഞാനം കൊണ്ടുള്ള ഒരു അറിവ് ശരിക്കും ഗുണത്തെക്കാളേറെ ദോഷമാണ് ചെയ്തിട്ടുള്ളത്. അതായത് നമ്മുടെ പറമ്പിലും നമ്മുടെ സ്ഥലത്ത് നിന്നും പ്ലാസ്റ്റിക് എടുത്തുകൊണ്ട് പോയി ആളില്ലാത്ത സ്ഥലത്ത് കൊണ്ട് തള്ളുന്നതും, പിന്നെ പുഴകളിലും മറ്റുമൊക്കെ എടുത്ത് തള്ളുന്നതും കുഴിച്ചു മൂടുന്നതും ഉൾപ്പെടെ അതൊന്നും പോരാഞ്ഞിട്ട് വളരെയധികം ആൾക്കാർ തിങ്ങിപ്പാർക്കുന്ന പൊതുസ്ഥലങ്ങളിൽ പോലും പ്ലാസ്റ്റിക്കുകൾ കൂട്ടിയിട്ട് കത്തിക്കുന്ന പ്രവണത ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് വളരെയധികം കൂടിയിട്ടുണ്ട്. അത് ചില അനൗദ്യോഗിക പഠനങ്ങളിലൂടെ തെളിയിച്ച ഒരു കാര്യമാണ്. അതായത് മിക്കയിടത്തും പ്ലാസ്റ്റിക് കൂട്ടിയിട്ട് കത്തിക്കുന്ന ഒരു പ്രവണത കൂടി വരികയാണ്. എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട്, അതായത് കുറച്ച് വർഷങ്ങൾ കൊണ്ട് ഉണ്ടായ ഒരു മാറ്റമാണ് ഈ മണ്ണ് കിളച്ച് വല്ലതും നടാമെന്ന് വിചാരിച്ച മണ്ണിന്റെ അടിയിലും പ്ലാസ്റ്റിക്. എപ്പോഴേ കൂടുതൽ കിളയ്ക്കും തോറും നമുക്ക് പ്ലാസ്റ്റിക്കുകൾ കിട്ടിക്കൊണ്ടേ ഒരു നിവൃത്തിയില്ലാത്ത ഒരു അവസ്ഥ. ഇനി നദിയിൽ ഇറങ്ങി കുളിക്കാമെന്ന് വെച്ചാൽ നദിയുടെ മുകളിലും അടിത്തട്ടിലോട്ട് പോയാൽ അടിത്തട്ട് നിറയെ ഒരു പാട കണക്കും. അതുപോലെ തന്നെ കരയിലും എല്ലാം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇപ്പം നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒന്നും പോരാഞ്ഞ് നമുക്ക് ഒന്ന് നല്ല രീതിയിൽ ശുദ്ധവായു ശ്വസിക്കാൻ വേണ്ടി ഒരു ശ്വാസം എടുത്തു കഴിഞ്ഞാൽ എവിടെയെങ്കിലും പ്ലാസ്റ്റിക് കരിക്കുന്ന മണം മൂക്കിലേക്ക് അടിച്ചു. പിന്നെ കുഴിച്ചിടാനും വലിച്ചെറിയാനും കത്തിക്കാനും ഒന്നും പറ്റൂലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും എന്ന് സ്വാഭാവികമായിട്ടും സാധാരണക്കാർക്ക് സംശയം ഉണ്ടാവാറ്. അതിന് ഒരുപാട് വഴികളുണ്ട്. അതായത് ഒന്നിലധികം വഴികളുണ്ട് സുരക്ഷിതമായിട്ട് പ്ലാസ്റ്റിക് മാലിന്യത്തെ ഒഴിവാക്കാൻ. ഒന്നിലധികം വഴികൾ നമുക്ക് ഇന്നുണ്ട്. അത് പറയുന്നതിന് മുമ്പ് പ്ലാസ്റ്റിക് ഒഴിവാക്കുന്ന ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള മാർഗം എന്ന് നമ്മൾ കരുതുന്ന കത്തിച്ച് കളയാൻ എത്രത്തോളം ദോഷകരമാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ ഈ കൊല്ലം കുവൈറ്റിലുണ്ടായിട്ടുള്ള ഒരു കെട്ടിടത്തിലെ തീപിടുത്തം നമ്മളെല്ലാം നടുക്കിയ ഒരു ദുരന്തമായിരുന്നു. അപ്പൊ ഇതുപോലെ ഉണ്ടാവുന്ന കെട്ടിടങ്ങൾക്കുള്ളിൽ ഉണ്ടാവുന്ന നിരവധി തീപിടുത്തങ്ങളിലും മറ്റുമൊക്കെ ആളുകൾ മരിക്കുന്നത് മെയിനായിട്ട് പൊള്ളലേറ്റിട്ടല്ല. അതായത് പൊള്ളലേൽക്കാതെ തന്നെ ഈ വിഷപ്പുക ശ്വസിച്ചിട്ടാണ് കൂടുതൽ പേരും ഇങ്ങനെ കെട്ടിടത്തിനുള്ളിലും മറ്റുമൊക്കെ മരണം സംഭവിക്കുന്നത്. മെയിനായിട്ട് കാർബൺ മോണോക്സൈഡ് ആണെങ്കിലും കെട്ടിടത്തിനുള്ളിലും മറ്റുമൊക്കെ ഉപയോഗിക്കുന്ന നിരവധി തരത്തിലുള്ള പ്ലാസ്റ്റിക് വസ്തുക്കളും മറ്റും കത്തി ഉണ്ടാവുന്ന മറ്റ് വിഷങ്ങൾ മെയിനായിട്ട് ഈ ഒരു മരണത്തിന് മെയിൻ കാരണമാകാറും. അതായത് ഹൈഡ്രജൻ സയനൈഡ് പോലും പ്ലാസ്റ്റിക്കുകൾ കത്തി, അതായത് സ്റ്റൈറീൻ പോലുള്ള വിഷവാതകങ്ങൾ ഉൾപ്പെടെ ഒരുപാട് വാതകങ്ങൾ ഈ പ്ലാസ്റ്റിക്കും മറ്റു വസ്തുക്കളും കത്തുമ്പോൾ എക്സ്ട്രാ ആയിട്ട് ഉണ്ടാവാറുണ്ട്. കാർബൺ മോണോക്സൈഡ് തന്നെ ശ്വസിച്ച് ഒരു കുറച്ച് സമയം ശ്വസിച്ചു കഴിഞ്ഞാൽ ബോധം പോകുന്ന ഒരു വിഷവസ്തുവാണ്. അപ്പോൾ സാധാരണ നിർമ്മാണത്തിനും വീട്ടുപകരണങ്ങളിലും മറ്റുമൊക്കെ ഉപയോഗിക്കുന്ന പോളികാർബണേറ്റ്, അക്രിലിക് പോളിമറുകൾ, അതുപോലെ തന്നെ PVC, ഇതൊക്കെ കത്തുമ്പോൾ ഉണ്ടാകുന്ന ഈ രാസവസ്തുക്കളെ കുറിച്ച് നല്ല രീതിയിൽ പഠനങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ച് ഇതുപോലുള്ള രാസവസ്തുക്കൾ കത്തുമ്പോൾ മെയിനായിട്ട് കാർബൺ ഡൈ ഓക്സൈഡും കാർബൺ മോണോക്സൈഡുമാണ് ഉണ്ടാകുന്നത്. അതായത് വായുവിൽ ആണ് നമ്മൾ സാധാരണ രീതിയിൽ കത്തുന്നത്. അപ്പോൾ ഇതെല്ലാം കത്തുമ്പോൾ മെയിനായിട്ട് കാർബൺ ഡൈ ഓക്സൈഡും കാർബൺ മോണോക്സൈഡുമാണ് ഉണ്ടാവുന്നതെങ്കിലും ഇത് കൂടാതെ ഒരു സെറ്റ്, അതായത് ഒരു വലിയ തരത്തിലുള്ള ഒരു വലിയ റേഞ്ചിലുള്ള കെമിക്കലുകൾ ചെറിയ അളവിൽ ഉണ്ടാവാറുണ്ട്. ചെറിയ അളവിലെന്ന് പറയുന്നത് ചിലതൊക്കെ ഏതാണ്ട് നല്ല അളവിൽ തന്നെ ഉണ്ടാവാറുമുണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ടാവുന്നതിൽ പല രാസവസ്തുക്കളും ക്യാൻസറിന് കാരണമാവുന്ന മാരകമായിട്ടുള്ള വാതകങ്ങളാണ്. അപ്പൊ ഈ മെയിനായിട്ട് ഇതിന് കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഈ കൃത്രിമ പ്ലാസ്റ്റിക്കുകളെല്ലാം ഉണ്ടാക്കുന്നത് മെയിനായിട്ട് പെട്രോ കെമിക്കൽസിൽ നിന്നാണ്. അത് വളരെ എളുപ്പം, വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ പെട്രോളിയം റിഫൈൻ ചെയ്ത് ബാക്കി വരുന്ന കെമിക്കലുകൾ ഉപയോഗിച്ച് ആണ് ഈ പ്ലാസ്റ്റിക്കുകൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് പ്ലാസ്റ്റിക്കുകൾക്ക് വില കുറവായത്. കാരണം വളരെ എളുപ്പം ലഭിക്കുന്ന ഒരു വസ്തുവാണ് ഈ പെട്രോ കെമിക്കൽസ് എന്ന് പറയുന്നത്. ഈ കെമിക്കൽസിൽ നിന്നാണ് നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കുകൾ പോളിമറൈസേഷൻ വഴി ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പം ഇതിന്റെ ഒരു പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ ഇതെല്ലാം കാർബൺ ബേസ്ഡ് ആയിട്ടുള്ള കെമിക്കലാണ്. അതുകൊണ്ട് ഇത് കത്തിക്കുമ്പോൾ നമുക്ക് അവസാനം കിട്ടുന്ന ഏറ്റവും ഈ കറുകറുത്ത ഒരു വസ്തു, അതായത് പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് മെയിനായിട്ട് കാർബണാണ്. പിന്നെ ഇത് കൂടാതെ ഹെവി മെറ്റൽസ് കണക്കത്തുള്ള വിഷവസ്തുക്കളും മൈക്രോ പ്ലാസ്റ്റിക്കുകളും ഒക്കെ ഇതിൻ്റെ അകത്ത് വരാറുണ്ട്. ഇനി ഈ പ്ലാസ്റ്റിക് കത്തുമ്പോൾ വായുവിലെ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡും കാർബൺ മോണോക്സൈഡും അതുപോലെ മറ്റ് ചില വാതകങ്ങൾ, ഡയോക്സിൻസ് പോലുള്ള പലതരത്തിലുള്ള വാതകങ്ങൾ ഉണ്ടാവാറുണ്ട്. പോരാത്തതിന് വായുവിലുള്ള നൈട്രജൻ അതുപോലെ പലതരത്തിലുള്ള ഗ്യാസുകളുമായിട്ട് ഇത് റിയാക്ട് ചെയ്യാറുണ്ട്. ഇതിന്റെ അകത്ത് തന്നെയുള്ള മറ്റ് ചില, അതായത് കാർബൺ കൂടാതെയുള്ള തന്മാത്രകളും മറ്റ് തരത്തിലുള്ള വിഷവസ്തുക്കൾ ഉണ്ടാക്കാറുണ്ട്. സൾഫർ ഡയോക്സൈഡ്, അതുപോലെ തന്നെ ഈ സൾഫർ ഡയോക്സൈഡ് ഒക്കെ വായുവിലെ ഈർപ്പമായിട്ട് ചേർന്നിട്ട് സൾഫ്യൂരിക് ആസിഡായിട്ട് മറ്റേ ആസിഡ് മഴ പെയ്യാനുള്ള കാരണമാകുന്ന ഒരു തരം കെമിക്കലാണ്. അപ്പൊ ഇതൊന്നും കൂടാതെ തന്നെ ഫുരാൻ, ബൈഫിനൈൽസ്, അതുപോലെ ഡയോക്സിൻസ്, അതുപോലെ ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന എല്ലാ രാസവസ്തുക്കളും ശരീരത്തിന് ദോഷം ഉണ്ടാക്കുന്നതാണ്. ചിലതൊക്കെ മാരകമായ രോഗങ്ങൾ, അതായത് ക്യാൻസർ പോലുള്ള മാരകമായ രോഗങ്ങൾ ഉണ്ടാക്കുന്ന രാസവസ്തുക്കളാണ്. അത് ഒരുപാട് കാലം ശ്വസിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അസുഖങ്ങൾ വരും എന്ന കാര്യത്തിൽ 100% ഗ്യാരണ്ടിയാണ്.
അപ്പൊ ഇതൊക്കെ കൊണ്ട് തന്നെ പൊതുസ്ഥലത്ത് മാലിന്യം കത്തിക്കുന്നത് നിയമപരമായിട്ട് തെറ്റാണ്. അതായത് നിയമവിരുദ്ധമാണ്. 2019 തന്നെ ഈ വായു മലിനീകരണം ഇതുപോലുള്ള കത്തിക്കലുകളും അതുപോലെ തന്നെ ഫോസിൽ ഫ്യൂൽ ബേണിങ് അതെല്ലാം കാരണമുള്ള വായു മലിനീകരണം കാരണം 70 ലക്ഷത്തിലധികം പേർ മറ്റു പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ബാധിച്ച് മരണപ്പെട്ടിട്ടുണ്ടെന്നാണ് കണക്ക്. ഇതിനൊരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ അതായത് പ്ലാസ്റ്റിക്കുകൾ പലതരത്തിലുണ്ട്. ഉദാഹരണത്തിന് പോളിസ്റ്റൈറീൻ പോലുള്ള പ്ലാസ്റ്റിക്കുകൾ കത്തുമ്പോൾ സ്റ്റൈറീൻ പോലുള്ള വാതകങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഈ സ്റ്റൈറീൻ ഒക്കെ പലതരത്തിലുള്ള ഇത് പെട്ടെന്ന് തന്നെ അതായത് ശ്വസിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആളെ കൊല്ലിക്കുന്ന വിഷവാതകങ്ങളാണ്. 2020 വിശാഖപട്ടണത്ത് നടന്ന ഒരു വിഷവാതക ദുരന്തം ഉണ്ടായിരുന്നു. അതായത് പോളിസ്റ്റൈറിൻ എന്ന പ്ലാസ്റ്റിക് നിർമ്മിക്കുന്ന കമ്പനി ശേഖരിച്ചു വെച്ചിരുന്ന സ്റ്റൈറീൻ വാതകം ചോർന്ന് 13 പേര് മരിച്ചു. അതായത് നേരിട്ട് തന്നെ അത് ശ്വസിച്ച് മരിക്കുകയാണ് ചെയ്തത്. അപ്പം ഇത് കത്തിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന അപ്പൊ നിങ്ങൾക്ക് ആലോചിക്കുന്നതേ ഉള്ളൂ, ഇത് ഇത്രയും മാരകമായിട്ടുള്ള വിഷവും ചെറിയ അളവിലായതുകൊണ്ടാണ് ഇത് കത്തിച്ചിട്ട് ശ്വസിക്കുന്നവർക്ക് പെട്ടെന്ന് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാത്തത്. എന്നാലും അസ്വസ്ഥതകളും കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അത് ഉണ്ടാവാറുണ്ട്. കാരണം ഇത്തരത്തിലുള്ള വിഷങ്ങൾ അതായത് ഇത്തരത്തിലുള്ള രാസവസ്തുക്കൾ ഇതിൽ അടങ്ങിയിരിക്കുന്നതുകൊണ്ടാണ്. ഇനി ശ്വസിക്കുന്നത് മാത്രമാണോ പ്രശ്നം? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ കത്തിക്കുന്നത് കൊണ്ടുള്ള പ്രധാനപ്പെട്ട ദോഷം ഇത് ശ്വസിക്കുന്നത് മാത്രമാണെന്നാണ് മിക്കവരുടെയും വിചാരം. എന്നാൽ ഇത് മാത്രമല്ല, ഇതുപോലുള്ള വാതകങ്ങൾ ആകാശത്ത് ചെന്ന് വെള്ളവുമായിട്ട് ചേർന്നിട്ട് തിരികെ ഭൂമിയിലേക്കാണ് വന്ന് പതിക്കുന്നത്. പോരാത്തതിന് പൊടിയുടെ രൂപത്തിൽ ഒരുപാട് തരത്തിലുള്ള മൈക്രോ പ്ലാസ്റ്റിക്കുകൾ, അതുപോലെ തന്നെ ഹെവി മെറ്റൽസ്, അതുപോലെ തന്നെ പലതരത്തിലുള്ള മറ്റ് കെമിക്കലുകളെല്ലാം വായുവിലേക്ക് ഉയരാറുണ്ട്. നമ്മൾ പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന കട്ടിയായിട്ടുള്ള കറുത്ത പുക, ഇതിൻ്റെ അകത്ത് ഒരുപാട് തരത്തിലുള്ള രാസവസ്തുക്കളുടെ പൊടിയും ഉൾപ്പെടാറുണ്ട്. ഈ പൊടി കാരണമാണ് ഇതിന് ഈ പുകയ്ക്ക് മെയിനായിട്ട് നിറം വരുന്നത്, അതായത് കറുത്ത നിറം വരുന്നത് പൊടി കാരണമാണ്. ഈ പൊടികളെല്ലാം തിരിച്ച് ഭൂമിയിലേക്കും വെള്ളത്തിലേക്കും തന്നെയാണ് വീഴുന്നത്. ഈ രാസവസ്തുക്കളെ ഈ കെമിക്കലുകളെല്ലാം തിരിച്ച് നമ്മുടെ ഭക്ഷണത്തിലും വന്ന് ചേരാറുണ്ട്. അപ്പോൾ ഈ പ്ലാസ്റ്റിക് കത്തിക്കുന്ന ആരെങ്കിലും നിങ്ങൾക്ക് അറിയാമെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവർ അല്ലെങ്കിൽ നമുക്ക് സംശയം തോന്നും, ഇത്രയും ഒന്നും ചെയ്യാൻ പറ്റൂലെങ്കിൽ പിന്നെ ഇത് എന്താണ് ഒരു മാർഗം, അതായത് ഇത് പ്ലാസ്റ്റിക് ഒഴിവാക്കാൻ എന്താണ് ഒരു മാർഗം എന്ന് നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അപ്പൊ അതിന് പല നല്ല അതായത് ഒന്നിലധികം നല്ല മാർഗങ്ങളുണ്ട്. അതാണ് നമുക്ക് ഇത് നോക്കാവുന്നത്. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു പ്രശ്നം വന്നതിന് ശേഷം അതിനെക്കുറിച്ച് ആലോചിച്ച് കഷ്ടപ്പെടുന്നതിനേക്കാൾ ഇത് വരുന്നതിന് മുമ്പ് തന്നെ അതിനെ തടയുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുവഴി നമുക്ക് ഒരു അനാവശ്യമായിട്ടുള്ള വിഷമം അല്ലെങ്കിൽ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു വലിയ പ്രശ്നം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അത് തന്നെയാണ് ആദ്യത്തെ മാർഗം. പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്ന അതിൻ്റെ ഉപയോഗം വളരെയധികം കുറയ്ക്കുക. ഇപ്പോൾ ഞാനൊക്കെ കുട്ടിക്കാലം മുതൽ തന്നെ ഉപയോഗിക്കുന്ന അതായത് വാങ്ങുന്ന ബാഗ്, ചെരുപ്പ്, നമ്മളെ വസ്ത്രങ്ങൾ, അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും പരമാവധി ഉപയോഗിക്കുന്ന ആ ഒരു ഇതായിരുന്നു. എന്ന് വെച്ചാൽ കുത്തി കുത്തി തുന്നി പലതരത്തിലുള്ള എന്ന് വെച്ചാൽ പല തവണ കുത്തി തുന്നി കേട്ടുകൊണ്ടും നടന്നിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പം അത് പൈസ ഇല്ലാത്തതുകൊണ്ട് മാത്രമല്ല, ഇത് പണ്ട് വളരെ ഈ ചവറ് ഉണ്ടാവുന്നത് എനിക്ക് ഒരുമാതിരി തരത്തിലുള്ള ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണ്. എന്നുവെച്ചാൽ ആവശ്യമില്ലാതെ ചവറ് ഉണ്ടാവുന്നത് അത് തെറ്റാണ്. എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലും ചുറ്റുപാടിലും ഒക്കെ ഈ നമുക്ക് മിക്കപ്പോഴും കാണുന്ന അതായത് കൂടുതലും കാണുന്ന മാലിന്യം എന്ന് പറയുന്നത് ഈ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ, അതുപോലെ തന്നെ ബാഗുകൾ, അതുപോലെ ചെരുപ്പുകൾ, ഇതുപോലുള്ള പ്ലാസ്റ്റിക് കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള ഒരുപാട് തരത്തിലുള്ള മാലിന്യങ്ങൾ മാറാറുണ്ട്. അപ്പം ഇതിന് മെയിനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ കൂടെ ഇതുപോലുള്ള വസ്തുക്കൾ ആവശ്യമില്ലാതെ വാങ്ങിച്ചുകൊണ്ടേ ഇരിക്കുന്നതുകൊണ്ടാണ്. കമ്പനികളും മറ്റുമൊക്കെ ഈ മാസ് സൈക്കോളജി പോലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് ഇന്നത്തെ കാലത്ത് കൂടുതൽ ഉൽപ്പന്നങ്ങൾ നിങ്ങളെ കൊണ്ട് വാങ്ങിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് കൂടുതൽ വാങ്ങും എന്നിട്ടുള്ള വാങ്ങാനുള്ള ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കിപ്പിച്ചിട്ട് നമുക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് വസ്തുക്കൾ നമ്മളെ കൊണ്ട് വാങ്ങിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു ട്രിക്ക് അത് മാത്രമല്ല, ഈ പുതിയ പ്രോഡക്റ്റുകൾ കുറച്ചു കാലം മാത്രം നിൽക്കുകയും അത് കഴിഞ്ഞ് അതിന്റെ ട്രെൻഡ് മാറ്റുകയും വീണ്ടും നിങ്ങളെ കൊണ്ട് വാങ്ങിപ്പിക്കുകയും ചെയ്യുന്ന ഒരുപാട് ട്രിക്കുകൾ ഉണ്ടാവാറുണ്ട്. ഇത് ആണ് മെയിനായിട്ട് ഈ അടുത്ത കാലത്ത് പ്ലാസ്റ്റിക്കുകൾ വളരെയധികം കൂടാനുള്ള കാരണം. ഇത് ഇലക്ട്രോണിക് വേസ്റ്റുകളുടെ കാര്യത്തിലുണ്ട്. അതായത് മൊബൈൽ ഫോണുകൾ ഈ അടുത്ത കാലത്ത് ചില കമ്പനികൾ ആപ്പിളും സാംസങ്ങും പോലെയുള്ള ചില കമ്പനികൾ ഈ പിഴ അടയ്ക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം കുറച്ച് വർഷം കഴിയുമ്പോൾ കൊണ്ടുവരുന്ന അപ്ഡേറ്റ്സിൽ ഫോണിന്റെ സ്പീഡ് കുറയ്ക്കാനും മറ്റുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ അറിഞ്ഞുകൊണ്ട് തന്നെ ചില ബഗ്സും കാര്യങ്ങളും ഒക്കെ കയറ്റി വിടാറുണ്ടായിരുന്നു. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ പുതിയ മോഡലുകൾ ഇറങ്ങുമ്പോൾ ഈ ഫോൺ എടുത്ത് കളഞ്ഞിട്ട് പുതിയ ഫോൺ വാങ്ങും. അങ്ങനെ സംഭവിക്കുമ്പോൾ ഈ ഇലക്ട്രോണിക് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് വേസ്റ്റിനേക്കാൾ പ്ലാസ്റ്റിക്കും ഉണ്ട് അതിൻ്റെ അകത്ത്. അത് പോരാഞ്ഞിട്ട് വേറെയും കുറേ വിഷവസ്തുക്കളുള്ളതാണ് ഇലക്ട്രോണിക് വേസ്റ്റ്.
അപ്പൊ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ കൊണ്ട് വാങ്ങിപ്പിച്ച് അനാവശ്യമായിട്ട് വാങ്ങിപ്പിച്ച് ആണ് ഈ വേസ്റ്റുകൾ ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത്. അപ്പൊ നമ്മളൊരു തീരുമാനം എടുക്കുക, ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം വാങ്ങുക, മാക്സിമം നമ്മൾ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം മാക്സിമം കുറയ്ക്കുക. അതാണ് ഒന്നാമത്തെ ഏറ്റവും ഏറ്റവും മികച്ച മാർഗം അതാണ്. അപ്പം നമ്മൾക്ക് നമ്മുടെ വീട്ടിലുണ്ടാകുന്ന മാലിന്യത്തിന്റെ പകുതിയും കുറയ്ക്കാൻ കഴിയും. പക്ഷെ അതായത് കുറയ്ക്കുക എന്നതുകൊണ്ട് നമ്മുടെ മാലിന്യത്തിന്റെ പ്രശ്നം നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ഇപ്പൊ രണ്ടാമത്തെ ഏറ്റവും മികച്ച വഴി, അതായത് പ്ലാസ്റ്റിക് മാലിന്യം ഒഴിവാക്കാനുള്ള ഏറ്റവും മികച്ച വഴി പ്ലാസ്റ്റിക് ശേഖരിക്കുന്നവരുമായിട്ട് സഹകരിക്കുക എന്നതാണ്. നമ്മൾ PVC അതുപോലുള്ള കട്ടിയുള്ള പ്ലാസ്റ്റിക്കുകളും മറ്റുമൊക്കെ ശേഖരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആക്രി ശേഖരിക്കുന്നവരും മറ്റുമൊക്കെ ഇതെടുത്തുകൊണ്ട് പോകാറുണ്ട്, സ്ക്രാപ്പ് മെറ്റൽ കയറാൻ. അപ്പം ഇതുപോലുള്ള പ്ലാസ്റ്റിക്കുകൾ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ നമുക്ക് പൈസ തരും. ഇനി മറ്റ് പ്ലാസ്റ്റിക്കുകൾ, അതായത് പ്ലാസ്റ്റിക് കവറുകൾ, അതുപോലെ ചെരുപ്പ്, ബാഗ്, തുണി, അതുപോലെ തന്നെ ഗ്ലാസ്സുകൾ, അതുപോലെ ഇലക്ട്രോണിക് വേസ്റ്റുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സെപ്പറേറ്റ് മാറ്റി, അതായത് തരം തിരിച്ച് മാറ്റി സൂക്ഷിച്ചു വെക്കുക, മണ്ണും അഴുക്കും പുറത്ത്. ഇത് സർക്കാർ തന്നെ കളക്ട് ചെയ്യാനുള്ള മാർഗം നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പല സ്ഥലങ്ങളിലും. ഇന്ന് കേരളത്തിൽ പല സ്ഥലങ്ങളിലും ഇത്തരം മാലിന്യങ്ങൾ നേരിട്ട് വന്ന് ശേഖരിക്കാനുള്ള ആ ഒരു വോളണ്ടിയേഴ്സിന്, അങ്ങനെ ശേഖരിക്കുന്ന ആൾക്കാരെ സർക്കാർ തന്നെ നിയോഗിച്ചിട്ടുണ്ട്, ഹരിതകർമ്മസേനയും മറ്റുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവരുമായിട്ട് സഹകരിക്കുക, ഇവർക്ക് ഇതുപോലുള്ള മാലിന്യങ്ങൾ ശേഖരിച്ച് വെച്ച് കൊടുക്കാൻ ശ്രമിക്കുക മാക്സിമം. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള പ്ലാസ്റ്റിക്കുകൾ വീണ്ടും ഫാക്ടറികളിലും മറ്റുമൊക്കെ പോയി റീസൈക്കിൾ ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. ഇത് പിന്നീട് ഫാക്ടറികളിലും മറ്റുമൊക്കെ കൊണ്ടുപോയി ഉരുക്കി പെല്ലറ്റുകളാക്കി വീണ്ടും പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പൊ ഇതുവഴി ഇത് നമുക്ക് എവിടെയെങ്കിലും മാലിന്യമായിട്ട് ഉണ്ടായിത്തീരുന്നതിനെ നമുക്ക് തടയാൻ കഴിയും. അപ്പൊ ഈ രണ്ട് വഴി കൊണ്ട് നമ്മുടെ പ്ലാസ്റ്റിക് മാലിന്യത്തിന്റെ പൂർണ്ണമായിട്ടുള്ള പരിഹാരം ആയിട്ടില്ല. പിന്നെയും അഴുക്ക് പുരണ്ടതും ഇവരൊന്നും കളക്ട് ചെയ്യാത്തതുമായിട്ടുള്ള ഒരു വലിയ വിഭാഗം പ്ലാസ്റ്റിക്കുകൾ നമ്മുടെയൊക്കെ ചുറ്റും കാണും. ഇത് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇത് ചെയ്യാനുള്ള പല മാർഗങ്ങളുമുണ്ട്. ഒന്ന്, ഇത് ഉരുക്കി ടാറ് കണക്കാക്കി റോഡ് നിർമ്മിക്കാനും കെട്ടിട നിർമ്മാണം ഉപയോഗിക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു പരിപാടികൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിലൊന്നും അത് വലിയ രീതിയിൽ വളർന്നിട്ടോ അല്ലെങ്കിൽ പ്രായോഗികമായിട്ടുള്ള രീതിയിലായിട്ടില്ല. ഇനി ഇത് ഒഴിവാക്കാൻ പറ്റിയ വേറൊരു നല്ലൊരു രീതിയാണ് പുക വരാത്ത രീതിയിലുള്ള ഇൻസിനറേഷൻ മെത്തേഡ്. അതായത് പ്രത്യേക രീതിയിലുള്ള ചേമ്പറിൽ ഇത് കത്തിച്ചിട്ട് ഇതിന്റെ പുകയില വിഷവസ്തുക്കളും മറ്റുമൊക്കെ വായുവിലേക്കും മണ്ണിലേക്കും കലരാത്ത രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു സെറ്റപ്പാണത്. അത് ഈ സിംഗപ്പൂർ പോലുള്ള രാജ്യങ്ങളിൽ ഇങ്ങനെ ചെയ്തിട്ട് എനർജി അതുപോലുള്ള കാര്യങ്ങൾക്ക് ഉത്പാദിപ്പിക്കുന്ന വലിയ ടെക്നിക്കുകളുണ്ട്. പക്ഷെ സാധാരണക്കാർക്ക് ഇത് സെറ്റപ്പ് ചെയ്യുക എന്ന് പറയുന്നത് അത് പ്രായോഗികമായിട്ടുള്ളൊരു കാര്യമല്ല. സർക്കാർ ഇതിന്റെ കാര്യത്തിൽ ഒരു പരാജയമാണ്. എന്നുവെച്ചാൽ പ്ലാസ്റ്റിക്കുകൾ ഇത്തരം രീതിയിൽ ഡിസ്പോസ് ചെയ്യുന്നത്, അതായത് ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ നശിപ്പിച്ച് കളയുക എന്ന് പറയുന്നത് അത് സർക്കാർ ലെവലിൽ എടുക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ ലാസ്റ്റ് വരുന്ന ഇത്തരം മാലിന്യങ്ങൾ വലിയ അളവുണ്ടാവേ. നമ്മൾ ഉപയോഗിക്കുന്ന മാലിന്യം ഞാൻ പറഞ്ഞ കണക്ക് സൂക്ഷിച്ചത് ജർമ്മനി പോലുള്ള രാജ്യങ്ങളിൽ ആൾറെഡി ഈ സംവിധാനങ്ങൾ, അതായത് തരംതിരിച്ച് വച്ചിട്ട് എടുത്തു കൊടുക്കുന്നത് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നമ്മൾ ഓരോ വ്യക്തിയും, അതായത് ഓരോ വീട്ടുകാരും ഈ ഗ്ലാസ്, ബാഗ്, ചെരുപ്പ്, ഈ പേപ്പർ, പ്ലാസ്റ്റിക് ഇതെല്ലാം മാറ്റി വെച്ച് പലതരത്തിലുള്ള പല സെപ്പറേറ്റ് ആക്കി വെച്ചിട്ട് കൊടുക്കുന്ന ഒരു പരിപാടി പണ്ട് മുതലേ അങ്ങനെയുള്ള വികസിത രാജ്യങ്ങളിലും. അതുകൊണ്ടാണ് അവിടെയൊക്കെ വളരെയധികം വൃത്തിയും വെടുപ്പും വളരെയധികം മികച്ചതായിട്ട് നിൽക്കുന്നതിന് കാരണം. നമ്മുടെ നാട്ടിൽ ഇത് ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ്. ഇപ്പം ഇതിനുള്ള സംവിധാനങ്ങൾ സർക്കാരിനെ കൊണ്ട് വരുത്തിക്കുക എന്നതും നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇതുപോലെ തന്നെ വന്നു കഴിഞ്ഞാലും കുറ്റം പറയാതെ ഇത് നല്ല രീതിയിൽ ചെയ്യുക എന്ന ഉത്തരവാദിത്വവും നമുക്ക് തന്നെയാണ്. ഇനി ലാസ്റ്റ് പറഞ്ഞ ചെറിയ അളവ് പ്ലാസ്റ്റിക്, അതായത് അഴുക്ക് പുരണ്ടതും കൊടുക്കാൻ പറ്റാത്തതുമായിട്ടുള്ള പ്ലാസ്റ്റിക്കുകൾ തൽക്കാലം സൂക്ഷിച്ച് ഒരു വശത്ത് വയ്ക്കുക എന്നതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇത് വലിച്ചെറിഞ്ഞാലോ പുഴയിലോ അതായത് ജലസ്രോതസ്സുകളിലോ മണ്ണിലോ വീണാലും ഏറ്റവും വലിയ, ഇപ്പം ഞാനീ പറഞ്ഞ ദോഷങ്ങളിലേക്കാൾ വലിയ ഒരു തരം ഭീകരമായിട്ടുള്ള ഒരു ദോഷം ഉണ്ടാവും, അതായത് മൈക്രോ പ്ലാസ്റ്റിക്കുകളുണ്ടാവും. അടുത്ത വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് മൈക്രോ പ്ലാസ്റ്റിക്കുകളെ കുറിച്ച്. ഈ വീഡിയോയിൽ എന്തെങ്കിലും സംശയങ്ങളോ നിങ്ങളുടെ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ മൈക്രോ പ്ലാസ്റ്റിക്കുകളെ കുറിച്ച് ഞാൻ പറയുന്നത്.